Namaste, I'm Dr. Binoy Xavier, Consultant and Head of Department, Emergency Medicine at Apollo Athletics Hospital, Angamali. ഒരു റോഡ് ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിന് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം ഉറപ്പുവരുത്തേണ്ടത് സീൻ സേഫ്റ്റിയാണ്. വെദർ ദ സീൻ ഇസ് സേഫ് ഫോർ യുവർ സെൽഫ് ആസ് വെൽ ആസ് ഫോർ ദ വിക്ടിംസ്. ഏറ്റവും ആദ്യം തന്നെ ആ ചുറ്റുമുള്ള പരിസരം നമുക്ക് സേഫ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓൺകമ്മിങ് ട്രാഫിക്, ലീക്കിംഗ് ഫ്യൂവൽ, ഫയർ, എക്സ്പ്ലോഷൻസ് ഇതൊക്കെ തന്നെ നമുക്കും അതുപോലെ തന്നെ വിക്ടിമിന് കൂടുതൽ ഹാം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിനാരിയോസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സീനിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. രണ്ടാമത്, അവിടെ എത്രത്തോളം വിക്ടിംസ് ഉണ്ട്, ആ സീനിൽ എത്രത്തോളം ആക്സിഡൻറ്റ് വിക്ടിംസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്, എത്രയും പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഹെൽപ്പ് വിളിക്കണം. ഇത് പോലീസിനാവാം, ആംബുലൻസ് സർവീസസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും എമർജൻസി ഹോട്ട്ലൈൻ നമ്പേഴ്സ് ആവാം. പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ്, പോലീസിൻ്റേത് 100 അല്ലെങ്കിൽ 100 എന്നുള്ള നമ്പർ വിളിക്കുക. ഫയർ ആൻഡ് സേഫ്റ്റി 101 അല്ലെങ്കിൽ 101 വിളിക്കുക. ആംബുലൻസ് 108 അല്ലെങ്കിൽ 108 വിളിക്കാം. അതുപോലെ തന്നെ അപ്പോളോൻ്റെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറായ 1066 വിളിക്കാം. ഇത് ഹെൽപ്പ് വിളിച്ചതിന് ശേഷം മാത്രമേ ഇനി വിക്ടിമിനെ അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ചിലപ്പോൾ ഇത് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചതായിരിക്കാം. ഇങ്ങനെയുള്ള വിക്ടിംസിനാണ് നമ്മൾ CPR കൊടുക്കേണ്ടി വരിക. റെസ്പോൺസ് ഉണ്ട്, ആൾ സംസാരിക്കുന്നുണ്ട്, ബോധത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ആ സിറ്റുവേഷനിൽ നിന്ന് നീക്കി വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിക്കരുത്. ഒരു കാര്യമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാർക്കും അവർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇയാളെ നീക്കുന്നത് കൊണ്ട് തന്നെ ഈ പരിക്കുകൾ വളരെയധികം കൂടാനും ഇയാളുടെ കണ്ടീഷൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് വളരെയധികം മോശമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെവർ മൂവ് എ വിക്ടിം അൺടിൽ ദ ഹെൽപ്പ് അറൈവ്സ്. നാലാമത്, ഈ വിക്ടിം ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടാവാം. എവിടെ നിന്നാണോ ബ്ലീഡിങ് ഉണ്ടാവുന്നത് അവിടെ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി നല്ല രീതിയിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും തുണി കഷ്ണം കൊണ്ടോ നന്നായിട്ട് അമർത്തി പ്രഷർ കൊടുക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് ഉണ്ടാവുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കണം. ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം അനക്കാതെ ഒരു പലക കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബലമുള്ള ഒരു തടി കഷ്ണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചുറ്റി അനക്കമില്ലാത്ത രീതിയിൽ വേണം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ.